ഇപ്പോൾ വരുന്നൊരു വാർത്തയുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ജമ്മു കാശ്മീരിൽ ചെറിയ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 4.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടത്. നാശനഷ്ടങ്ങൾ പക്ഷേ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചില CCTV ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. റിക്ടർ സ്കെയിലിൽ 4.6 രേഖപ്പെടുത്തിയ ചെറിയ ഭൂചലനം. ചെറിയ ശബ്ദവും പ്രേക്ഷകർക്ക് കേൾക്കാം. നോബൽ ബാരിക്കാരനുണ്ട്. നോബൽ ബാരിക്കാരൻ, നല്ല മഞ്ഞു വീണ് കിടക്കുകയാണ് ജമ്മു കാശ്മീർ. അതിനിടയിലാണ് ഇപ്പോൾ ഭൂചലനത്തിന്റെ വാർത്ത കൂടി വരുന്നത്. നേരിയ ഭൂചലനമാണ്, പക്ഷേ 4.6 രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ആളപായമോ നാശനഷ്ടമോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ അല്ലേ? അരുൺ, ജമ്മു കാശ്മീരിലെ ബഡ്ഗാമിലാണ് ഈ ഭൂചലനം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പുലർച്ചെ 5:35 ഭൂചലനം ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 4.6 തീവ്രത രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആർക്കും ആളപായമോ അല്ലെങ്കിൽ മറ്റു നാശനഷ്ടങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് വലിയ ആശ്വാസമായി തന്നെ ഈ ഘട്ടത്തിൽ എടുത്തു പറയാം. എന്താണെങ്കിലും 10 കിലോമീറ്റർ ചുറ്റളവിൽ അതിനൊരു പ്രകമ്പനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് അവിടെ നിന്ന് വിവരം വരുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയില്ല. പ്രകമ്പനം ഉണ്ടാകുന്നതിന് CCTV ദൃശ്യങ്ങളാണ് പുറത്തേക്ക് വരികയും ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് മഞ്ഞുവീഴ്ച കൂടുതലുള്ള സമയമാണ്. എന്താണെങ്കിലും മറ്റ് ആളപായങ്ങളോ മറ്റ് നാശനഷ്ടങ്ങളോ ഇല്ലാത്ത എന്താണെങ്കിലും ആശ്വാസമായി തന്നെ എടുത്ത് പറയാൻ കഴിയും. പക്ഷേ ഈ ഭൂചലനം ഉണ്ടായത് ആളുകളിൽ പരിഭ്രാന്തി ഉണ്ടാക്കി. പ്രത്യേകിച്ച് പുലർച്ചെ ആയതുകൊണ്ട് പല ആളുകളും ഉറങ്ങുകയായിരുന്നു. പക്ഷേ എങ്കിൽ പോലും അത് അറിഞ്ഞപ്പോൾ ആളുകൾ പരിഭ്രാന്തി ഉണ്ടാവുകയും ആളുകൾ വീടിൽ നിന്നും കടകളിൽ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങി ഓടുകയൊക്കെ ചെയ്തു എന്നാണ് അവിടെ നിന്ന് റിപ്പോർട്ടുകൾ ഉള്ളത്. എന്തായാലും നിലവിൽ 4.6 തീവ്രതയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ ആളപായമോ ഇല്ല എന്നത് ആശ്വാസവുമാണ്. അരുൺ, താങ്ക് യു. നോബൽ ബാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്. ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ന് പുലർച്ചെയായിരുന്നു ചെറിയ ഒരു ഭൂചലനം ഉണ്ടായത്. ഭൂചലനത്തെക്കുറിച്ച് പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, അമ്മ ഇങ്ങനെ കുഞ്ഞിന് മുലപ്പാല് കൊടുക്കുന്ന വേളയിലുണ്ടാവുന്ന അമ്മയ്ക്കുണ്ടാവുന്ന ഒരു കിട്ടം പോലെയാണ് ഭൂചലനം എന്നുള്ളതാണ് ഒരു കവിസങ്കല്പം.